അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ ആണ്. ദുറൂസുൽ ഇഹ്സാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ ആദ്യത്തെ 5 പാഠങ്ങളാണ്. അൽ ജിന്നു വശൈത്വാൻ എന്ന പാഠം വരെയുള്ള 5 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധയോടെ മനസ്സിലാക്കി എഴുതി പരിശീലിക്കുകയും കൂടെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം. താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പോഴത്തെ ബോക്സിലുണ്ട്. ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തത്, പുരുഷന് ഒരു വെള്ളി മോതിരം ധരിക്കൽ ഡാഷ് എന്താണ്? സുന്നത്താണ്. പുരുഷന് ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. എവിടെയാണ് ധരിക്കേണ്ടത്? വലത് കൈയിന്റെ ചെറുവിരലിലാണ് ധരിക്കൽ പ്രത്യേകം സുന്നത്തുള്ളത് എന്നൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. തീ കൊണ്ട് പടക്കപ്പെട്ടവരാണ് ഡാഷ് ആര്? ജിന്നുകൾ. 3, കുഫറിന്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? റിദ്ദത്താണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണിയാണല്ലോ റിദ്ദത്ത്. അപ്പോൾ കുഫറിന്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ദത്ത്. മുർത്തദ്ദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് വരൽ നിർബന്ധമാണ്. റിദ്ദത്ത് സംഭവിച്ച ആൾക്കാണ് മുർത്തദ് എന്ന് പറയുന്നത്. അങ്ങനെ മുർത്തദ്ദായവൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവൻ ഉടൻ തന്നെ ഇസ്ലാമിലേക്ക് വരൽ നിർബന്ധമാണ്. 5ാമത്തത്, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. തീർച്ചയായും ശൈത്താൻ മനുഷ്യന് വ്യക്തമായ ശത്രുവാകുന്നു. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. 6ാമത്തത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവരാരാണ്? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. ഇതുപോലെ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. 2ാമത്തത് പൂർത്തിയാക്കാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇനി 2ാമത്തതോ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണം. അപ്പോൾ ബിസ്സാലിഹീൻ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. 3ാമത്തത്, നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കണം. ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം. 4ാമത്തത്, മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തവനാണ് ആര്? പിശാജ്. പിശാജ് എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് 2 വീതം എഴുതാം. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ, പല ഗുണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൽ, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ, പ്രയാസങ്ങൾ നീങ്ങൽ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ, പാപമോചനം നേടൽ, നരകമോചനം നേടൽ, സ്വർഗപ്രവേശനം ലഭിക്കൽ. ഇതൊക്കെ തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഏതെങ്കിലും എളുപ്പമുള്ള 2 എഴുതുക. 2ാമത്തത്, പുരുഷന് ധരിക്കാൻ പറ്റാത്തവ ഏതൊക്കെയാണ്? സ്വർണം ധരിക്കാൻ പറ്റൂല, പട്ട് ധരിക്കാൻ പറ്റൂല, മറ്റുള്ള വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ പറ്റൂല. അപ്പോൾ ഏതെങ്കിലും 2 എഴുതുക. സ്വർണം, പട്ട് എഴുതാം. 3ാമത്തത്, റിദ്ദത്തിന്റെ കാരണങ്ങൾ. എന്തായിരുന്നു റിദ്ദത്ത് എന്ന് പറഞ്ഞാല്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. ആ റിദ്ദത്തിന്റെ കാരണങ്ങൾ, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് റിദ്ദത്ത് സംഭവിക്കാം? പലതും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക, അതുപോലെ വ്യഭിചാരം, മദ്യപാനം പോലുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശർഈ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക. ഇതൊക്കെ റിദ്ദത്ത് സംഭവിക്കാവുന്ന കാരണങ്ങളാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി ഉത്തരം എഴുതാം. സൂറത്തുൽ വാഖിഅ ഓതിയാലുള്ള നേട്ടം എന്താണ്? ദാരിദ്ര്യം ഉണ്ടാവില്ല.
2, അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആരാണ്? നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവർ. അപ്പൊ തഖ്വ അധികമുള്ളവർക്കാണ്, തഖ്വയോടെ ജീവിച്ചവർക്കാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ. 3, പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? ഇബ്ലീസാണ്. 4, ഖുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തിയ 2 ശീലങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹം മുടി നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അതുപോലെ ഞെരിയാണിക്ക് താഴെ മുണ്ടൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് 2ഉം തിരുത്തി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച വേഷവിധാനം ഏതാണ്? പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീ, അതുപോലെ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷൻ, ഇത് 2നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അപ്പൊ പുരുഷന് സ്ത്രീ വേഷം ധരിക്കാൻ പാടില്ല, സ്ത്രീ പുരുഷ വേഷം ധരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വ്യക്തമാക്കാം. ഇഖ്ലാസ് എന്നാൽ എന്താണ്? 1ാമത്തെ പാഠം ഇഖ്ലാസ് ആയിരുന്നു. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? തുടക്കത്തിൽ തന്നെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അപ്പൊ നമ്മുടെ ഇബാദത്ത് കൊണ്ട് ആരുടെ പൊരുത്തം, ആരുടെ പ്രീതി മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ? അള്ളാഹുവിന്റെ പ്രീതി മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നമ്മൾ ആരാധനകൾ നിർവഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. 2ാമത്തത് തഖ്വ എന്നാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, നിരോധിച്ച കാര്യങ്ങൾ വെടിയുക, അങ്ങനെ ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആരാണ് ശൈത്താന്മാർ? ജിന്നുകളിൽ നിന്ന് വഴിപിഴച്ച ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. ഇനി പൂരിപ്പിക്കാം. തഖ്വല്ലിലാഹി ഡാഷ് സആദത്തിൻ വതിബാഉ അഹ്വാ ഡാഷ് ഹബായില. നമ്മൾ തഖ്വ എന്നുള്ള പാഠത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ തഖ്വയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ വരികളാണത്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായില. അത് അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. 2ാമത്തത്, നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടൻ നന്മ ചെയ്യുക, കാരണം അത് പാപത്തെ മായ്ച്ചു കളയും. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് നമ്മൾ അത്തഖ്വ എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ നല്ല പ്രവൃത്തി ചെയ്യുക. ഇനി അവസാനത്തത് ആശയം എഴുതാം. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യന്റെ ശരീരത്തിലെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. അതിന്റെ അർത്ഥം അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അവസാനത്തത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാകുന്നു. ഇതാണ് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക. അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.